നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാഹന സംബന്ധിയായ വാർത്ത എന്താണെന്ന് നോക്കാം. ഡീസൽ വാഹനങ്ങൾ നിരോധിക്കാൻ പോകുന്നു. അതാണ് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ആശങ്ക ഉളവാക്കുന്നൊരു വാർത്തയായിട്ട് പറയാവുന്നത്. ഏതാനും വർഷങ്ങളായിട്ട് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഡീസൽ വാഹനങ്ങൾ ഇനിയിപ്പോൾ അധികകാലം ഉണ്ടാവില്ല, നിരോധിക്കാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട സിറ്റികളിലെല്ലാം ഡീസൽ വാഹനങ്ങൾ നിരോധിക്കുന്നു. 15 വർഷമായ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കുന്നു, സ്ക്രാപ്പ് ചെയ്യണമെന്ന് പറയാൻ പോകുന്നു. അങ്ങനെ ദിവസവും ഓരോരോ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട പ്രശ്നവും ഇതുതന്നെയാണ്. ഏതെങ്കിലും തരത്തിലൊരു നിർദ്ദേശം ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മാധ്യമങ്ങളെല്ലാവരും തന്നെ അത് ഒരു നിയമമായി കഴിഞ്ഞു എന്ന മട്ടിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 15 വർഷം കഴിഞ്ഞ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഗണനയിൽ ഉണ്ടെന്ന് മറ്റേതൊരു കേന്ദ്രമന്ത്രി പറഞ്ഞ ഉടൻ തന്നെ നമ്മളെല്ലാവരും അത് വിശ്വസിക്കുകയും പക്ഷേ അതിനുശേഷം തന്നെ 15 വർഷം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ ഭരണാധികാരികളായാലും മാധ്യമങ്ങളായാലും എല്ലാവരും തന്നെ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നവരാണ്, അല്ലെങ്കിൽ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരു സന്ദർഭമാണ് ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ 2027 ഡീസൽ വാഹനങ്ങൾ പ്രധാനപ്പെട്ട സിറ്റികളിലെല്ലാം, അതായത് ഡീസൽ 4 ചക്ര വാഹനങ്ങൾ, അതായത് കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ 2027 നിരോധിക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് എന്നാണ് വാർത്ത വന്നത്. എന്താണ് ഇതിൻ്റെ വാസ്തവം എന്നാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. സത്യത്തിൽ ഇതൊരു നിർദ്ദേശം മാത്രമാണ്. നമ്മുടെ പെട്രോളിയം മിനിസ്ട്രി ഒരു കമ്മിറ്റിയെ ചില കാര്യങ്ങൾ പഠിക്കാൻ ഏൽപ്പിച്ചു. അവർ കൊടുത്തൊരു നിർദ്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുൻ ഓയിൽ സെക്രട്ടറി തരുൺ താപ്പറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ പെട്രോളിയം മിനിസ്ട്രി ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ പഠിക്കാൻ ഏൽപ്പിച്ചത്. പ്രധാനമായിട്ടും ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്, എത്രയും പെട്ടെന്ന് നമ്മൾ സീറോ എമിഷനുള്ളൊരു രാജ്യമായിട്ട് മാറുക എന്നുള്ളതാണ് ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. അതായത് യാതൊരു തരത്തിലുള്ള പൊല്യൂഷനും ഉണ്ടാക്കാത്ത ഒരു കൺട്രി ആയിട്ട് മാറുക, അതാണിപ്പോൾ എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. ഇന്ത്യയും അത് തന്നെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ചത്. അപ്പോൾ ആ കമ്മിറ്റി കൊടുത്ത നിർദ്ദേശങ്ങളുള്ള കാര്യങ്ങളാണിപ്പോൾ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കും എന്ന് നമ്മൾ ഈ പേടിച്ച് വിറച്ച് കഴിയുന്നത്. എന്നാൽ പെട്രോളിയം മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവരിങ്ങനെ ഒരു കമ്മിറ്റി കുറേ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, അത് നമ്മൾ അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മളത് കണക്കിലെടുത്തിട്ട് പോലുമില്ല ഇതുവരെ. അവർ ആ നിർദ്ദേശങ്ങൾ തന്നു, അത് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. കമ്മിറ്റി തന്ന നിർദ്ദേശങ്ങൾ കയ്യിലുണ്ടെന്നല്ലാതെ ഇവരെ പരിഗണിച്ചിട്ടില്ല എന്ന് പെട്രോളിയം മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളെന്നാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. പ്രധാനമായിട്ടും 2070 ഇന്ത്യ കാർബൺ സീറോ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം. മറ്റ് പല രാജ്യങ്ങളും 2070 അതിനൊക്കെ മുമ്പ് തന്നെ 2050 തന്നെ കാർബൺ സീറോ ആകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ നമ്മൾ 2070 വരെ ഒരു സമയം കൊടുത്തിട്ടുണ്ട് കാർബൺ സീറോ ആകാൻ വേണ്ടി. അതിനായിട്ട് ഇപ്പോഴേ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് കമ്മിറ്റി പറയുന്നത്. ഇതൊക്കെ ഇപ്പം ഞാൻ പറയാൻ പോകുന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ആദ്യത്തെ നിർദ്ദേശം ഇതാണ്, 2027 അതായത് ഇപ്പോൾ 2023 ആയി കഴിഞ്ഞു 4 വർഷത്തിനുള്ളിൽ തന്നെ ഡീസലിൽ ഓടുന്ന എല്ലാ 4 ചക്ര വാഹനങ്ങളും നിരോധിക്കണം. പക്ഷേ ഇത് 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വമ്പൻ സിറ്റികളിലാണ് നടപ്പാക്കേണ്ടത്. 5 വർഷം കൊണ്ട് നിരോധനം പൂർണ്ണമാകണം എന്നാണ് കമ്മിറ്റി പറയുന്നത്. ഇപ്പോൾ മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, പൂനെ, അഹമ്മദാബാദ് ഇതെല്ലാം വൻ സിറ്റികളാണ്. പക്ഷേ നമ്മൾ മൊത്തത്തിൽ മെട്രോപൊളിറ്റൻ സിറ്റിയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ കൊച്ചിയിലും ഉണ്ട് 10 ലക്ഷത്തിലധികം ജനസംഖ്യ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കൊച്ചിയിലും ഇതൊക്കെ നിരോധിക്കേണ്ട സമയമായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം. കൊച്ചി മാത്രമല്ല കേട്ടോ, കോഴിക്കോടുകാരും തിരുവനന്തപുരംകാരൊക്കെ ഇത് കണ്ടിട്ട് അമ്പട കൊച്ചിക്ക് പണി കിട്ടിയെന്ന് വിചാരിക്കേണ്ട. നിങ്ങളുമൊക്കെ മെട്രോപൊളിറ്റൻ പോപ്പുലേഷൻ കണക്കാക്കിയാൽ 10 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യ ഉള്ള പട്ടണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ ഇത് ബാധകമാണ് എന്നാണ് കോഴിക്കോടുകാരും തിരുവനന്തപുരംകാരും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇന്ത്യയിൽ 52 സിറ്റികളുണ്ട് 10 ലക്ഷത്തിലധികം മെട്രോപൊളിറ്റൻ പോപ്പുലേഷൻ ഉള്ളത്. അപ്പോൾ ഈ 52 സിറ്റികളിലും നിരോധിക്കേണ്ടി വരും 4 ചക്ര ഡീസൽ വാഹനങ്ങൾ. അത് നിർദ്ദേശമാണ്, ഒരു നിർദ്ദേശം അതാണ്. അടുത്ത നിർദ്ദേശം എന്ന് വെച്ചാൽ 2023 അതായത് 10 വർഷം കഴിഞ്ഞാൽ ഡീസലിലും പെട്രോളിലും ഓടുന്ന ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളെല്ലാം തന്നെ നിരോധിക്കണം അല്ലെങ്കിൽ നിർത്തലാക്കണം. ഇതിനിടയിലുള്ള കാലയളവിൽ, അത് ഇതിനിടയ്ക്ക് 10 വർഷം ഉണ്ടല്ലോ, ഈ 10 വർഷത്തിനുള്ള എത്തനോൾ കലർന്ന ഇന്ധനം ഉപയോഗിക്കാനായിട്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കണം. എത്തനോളിൻ്റെ അളവ് കൂട്ടി കൊണ്ടുവരണം. അങ്ങനെ മാലിന്യം കുറച്ച് കൊണ്ടുവരിക്കണം. കൂടാതെ ഹൈബ്രിഡ് വാഹനങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടണം ഇനി വരുന്ന ഈ ഒരു 10 വർഷത്തിനുള്ളിൽ. ഇവയ്ക്ക് നികുതി ഇളവും മറ്റും നൽകി വേണം പ്രോത്സാഹനം നൽകാനെന്നും കമ്മിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, 10-15 വർഷം കൊണ്ട് ഇരുചക്ര 4 ചക്ര മുച്ചക്ര വാഹനങ്ങൾ ഇലക്ട്രിക് ആക്കി മാറ്റാൻ വേണ്ട പ്രോത്സാഹനം വാഹന ഉടമകൾക്കും വാഹന നിർമ്മാതാക്കൾക്കും ഗവൺമെൻറ് നൽകണം. അതായത് ഇപ്പോൾ ഫെയിം എന്ന് പറയുന്ന ഒരു സ്കീമിൽ പെടുത്തി സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഈ ഫെയിം എന്ന് വെച്ചാൽ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾസ് സ്കീം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഫെയിം. അപ്പോൾ അത് ദീർഘകാലത്തേക്ക് ഇനിയും നൽകണമെന്നാണ് പറയുന്നത്. അത് വളരെ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുകയുള്ളൂ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ അല്ലാതെ നീട്ടിക്കൊടുത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കുന്ന കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ തുടർന്ന് നൽകണം. 4, സിറ്റിക്കുള്ളിൽ ഡെലിവറി നടത്തുന്ന എല്ലാ വാഹനങ്ങളും ഇലക്ട്രിക്കായിട്ട് മാറണം. ഈ ചെറിയ പെട്ടിയോട്ടോ പോലെയുള്ള വാഹനങ്ങൾ, കവേർഡായിട്ടുള്ള ഈ ഒരു ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അതെല്ലാം തന്നെ ഇലക്ട്രിക്കായിട്ട് മാറണം. അങ്ങനെയുള്ളെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ നൽകാവൂ. നിലവിലുള്ള നിർത്തലാക്കുന്ന കാര്യം മാത്രമല്ല, പുതുതായിട്ട് രജിസ്ട്രേഷൻ കൊടുക്കണമെങ്കിൽ എല്ലാം ഇലക്ട്രിക് ആയിരിക്കണം.
ട്രക്കുകൾ, ട്രെയിനുകൾ എന്നിവ കൂടുതലായി ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് തന്നെയുമല്ല, ഈ ട്രക്കുകളിൽ കൂടുതലായിട്ട് ഗ്യാസിൽ ഓടുന്നവയായിരിക്കണം എന്നും പറയുന്നുണ്ട്. അതായത് നാച്ചുറൽ ഗ്യാസിൽ ഓടുന്ന ട്രക്കുകളായിരിക്കണം കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടത്. അഞ്ചാമത്തെ നിർദ്ദേശം വെച്ചാൽ 10 വർഷം കഴിഞ്ഞാൽ ഒരൊറ്റ ഡീസൽ ബസ് പോലും ഒരു നഗരത്തിൽ ഓടാൻ പാടില്ല എന്നുള്ളതാണ്. 10 വർഷത്തിനുള്ള ഡീസൽ ബസ്സുകളുടെ ചരമം ഉണ്ടാകണം, നിര്യാതരാകണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് 6ാമത്തേത് 3 വർഷം കൊണ്ട് എല്ലാ തീവണ്ടി പാതകളും വൈദ്യുതീകരിക്കണം. തീവണ്ടികളുടെ ഡീസൽ, അതിൽ നിന്നുണ്ടാകുന്ന ഡീസൽ കത്തി ഉണ്ടാകുന്ന പുകയും പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 3 വർഷം കൊണ്ട് തന്നെ എല്ലാ തീവണ്ടി പാതകളും വൈദ്യുതീകരിക്കണം. അവസാനത്തത് പെട്രോൾ ഡീസൽ വാഹനങ്ങൾ പടിപടിയായി നിർത്തി വാഹനങ്ങൾ ഇലക്ട്രിക്കായി മാറുന്നതിനിടയിലുള്ള 10-15 വർഷം നാച്ചുറൽ ഗ്യാസിൽ ഓടുന്ന വാഹനങ്ങൾക്ക് പ്രോത്സാഹനം നൽകണം. അതായത് ഇപ്പോൾ പെട്രോളും ഡീസലും ഓടുന്ന വാഹനങ്ങൾ ഈ പല തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് അതൊക്കെ കൺട്രോൾ ചെയ്ത് നാച്ചുറൽ ഗ്യാസിൽ ഓടുന്ന വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് 10-15 വർഷം കൊണ്ട് എല്ലാം ഇലക്ട്രിക് ആകുന്ന ഒരു ലോകം. അതാണ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട കിണാശ്ശേരി. അതാണ് ഇപ്പോൾ കമ്മിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എനർജി ട്രാൻസിഷൻ കമ്മിറ്റി നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് ആദ്യം അംഗീകരിക്കണം, ഇതിനെപ്പറ്റി കാര്യമായിട്ട് പഠിക്കണം, അംഗീകരിക്കണം. എന്നാൽ അംഗീകരിച്ചാൽ തന്നെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 7 നിർദ്ദേശങ്ങളെല്ലാം തന്നെ അംഗീകരിക്കണമെന്നില്ല. 2027 എല്ലാ ഡീസൽ 4 ചക്ര വാഹനങ്ങൾ നിരോധിക്കണം എന്നുള്ള കമ്മിറ്റിയുടെ നിർദ്ദേശമൊന്നും അംഗീകരിക്കണമെന്ന് തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മളങ്ങനെ പേടിച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ പോലും ഒരു പേടി മനസ്സിൽ എപ്പോഴും നല്ലതാണ്. കാരണം ഡീസൽ വാഹനങ്ങൾക്കൊന്നും ഇനി ലോകത്തിൽ വലിയ ആയുസില്ല. അതുകൊണ്ട് തന്നെ ഡീസൽ വാഹനങ്ങൾ എപ്പോഴും ഒരു ഭീഷണി തന്നെയായിരിക്കും. അത് എപ്പോൾ വേണമെങ്കിലും നിരോധിക്കാം, അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞ ഡീസൽ വാഹനങ്ങൾ ഓടിക്കേണ്ടെന്ന് ഗവൺമെൻറ്റുകൾക്ക് തീരുമാനിക്കാം. അത്തരം പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എന്തായാലും നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈബ്രിഡ്, ഇതൊക്കെ തന്നെയാണ് ഭാവിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന വാഹനങ്ങൾ. ഇപ്പോഴേ വേണമെങ്കിൽ ഈ മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞ് കൂടെ പിടിച്ച് നടക്കേണ്ട കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് പേടിക്കാതെ വാങ്ങിക്കാം. പക്ഷേ വലിയ ആയുസ് എന്തായാലും ഡീസൽ വാഹനങ്ങൾക്കില്ല എന്നുള്ള ഒരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു നിർദ്ദേശം മാത്രമാണ്. ഈ ഒരു എനർജി ട്രാൻസിഷൻ കമ്മിറ്റി കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് പഠിച്ച് ഏത് കാലത്താണ് അംഗീകരിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞൂടാ. കാരണം ഇന്ത്യയിലെ പല കാര്യങ്ങളും പഠനം അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും അതിലൊരു തീരുമാനമൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സൈമൺ സാമുവലാണ് ഇരിട്ടിയിൽ നിന്നാണ് ഈ ചോദ്യം അയച്ചിരിക്കുന്നത്. സ്കോഡ ഒക്ടേവിയ വാങ്ങാനായി സ്കോഡ ഇന്ത്യയുടെ സൈറ്റ് നോക്കിയപ്പോൾ ഒക്ടേവിയ കാണാനില്ല. ഇന്ത്യയിൽ ഒക്ടേവിയ വിൽപ്പന നിർത്തിയോ എന്നാണ് സൈമൺ സാമുവൽ ചോദിച്ചിരിക്കുന്നത്. നിർത്തി എന്നുള്ളതാണ് സത്യം. അതായത് ഈ സ്കോഡ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് സ്കോഡ. സ്കോഡയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് ഒക്ടേവിയ ആയിരുന്നു. ഒക്ടേവിയ ആദ്യകാലത്ത് വന്നപ്പോൾ എല്ലാവരും അന്തം വിട്ട് കുന്തം മുഴങ്ങി നോക്കി നിന്നത്. കാരണം അന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഗംഭീരമായ നിർമ്മാണ രീതി, പക്ക യൂറോപ്യൻ നിർമ്മാണ രീതി, അതുപോലെ ഇന്ത്യയിലാണെങ്കിലും ഗംഭീരം, നല്ല എൻജിൻ, അങ്ങനെ ഗംഭീരമായ ഒരു വരവേൽപ്പ് കിട്ടിയ വാഹനമാണ് ഒക്ടേവിയ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒക്ടേവിയ നിന്ന് പോകും, പിന്നെ അടുത്ത മോഡൽ ഒരു അങ്ങനെയൊക്കെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതായാലും ഏപ്രിൽ തുടക്കത്തിൽ ഇപ്പോൾ ഉള്ള ഒക്ടേവിയയും കൂടെ നിർത്തിയിരിക്കുകയാണ് കമ്പനി. അതിന് കാരണം വെച്ചാൽ ഇപ്പോൾ ഏറ്റവും പുതിയ ഭാരത് സ്റ്റേജ് 2 ഫേസ് 2 എമിഷൻ നോംസ് വന്നപ്പോഴത്തേക്കും ഒക്ടേവിയയുടെ എൻജിൻ അതുമായിട്ട് അത് മീറ്റ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ മാറ്റം വരുത്തേണ്ടെന്ന് തീരുമാനിച്ച് കമ്പനി അങ്ങ് നിർത്തുകയായിരുന്നു. 2021 ഈ പുതിയ ജനറേഷൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഒക്ടേവിയ വിപണിയിലെത്തിയത് CKD ആയിട്ടാണ് വന്നത്. അതായത് കംപ്ലീറ്റ് നോക്ക് ഡൗൺ യൂണിറ്റാണ് വന്നത്. ഇവിടെ വന്ന് അസംബിൾ ചെയ്യുകയാണ്, പാർട്സ് കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഒക്ടേവിയുടെ കാര്യത്തിൽ. അതായത് പൂർണ്ണമായും യൂറോപ്പിനാണ് വാഹനം എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും വലിയ വിൽപ്പനയൊന്നും നേടാൻ ഒക്ടേവിയയ്ക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഒക്ടേവിയുടെ ചില ആരാധകരുണ്ട്, അവരതേ വാങ്ങിക്കോളൂ. ഇപ്പോൾ നമ്മുടെ നടൻ വിനു മോഹനൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഒക്ടേവിയുടെ കാര്യത്തിൽ. വിനുവൊക്കെ എപ്പോഴും അത് ഓടിച്ചുകൊണ്ട് നടക്കുന്നത്, എപ്പോഴും ചെന്നൈയിലേക്ക് ആഴ്ചയിൽ ഓടിച്ച് വരുന്നുണ്ട്. എപ്പോൾ കാണുമ്പോഴും പറയും, ചേട്ടാ ഗംഭീര വാഹനം, ഇതാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അതിനെ ഒരു 100 നാക്കാണെന്നാണ് പറയേണ്ടത്. അപ്പം ഉപയോഗിക്കുന്നവരെല്ലാം വളരെ ഹാപ്പിയാണ് ഈ വാഹനത്തെ സംബന്ധിച്ച്. 2 ലിറ്റർ TSI പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 188 BSP ആണ്. നല്ല പവറുള്ള എഞ്ചിനാണ്. എന്നാൽ തീരെ മോശം മൈലേജ് അല്ല എന്നുള്ളതാണ് ഒക്ടേവിയ അല്ലെങ്കിൽ സ്കോഡയുടെ വാഹനങ്ങളുടെ പ്രത്യേകത. 320 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതേ എഞ്ചിനുള്ള സൂപ്പർ എന്ന് പറയുന്ന അല്പം വില കൂടിയ ഒരു സെഡാനും നിർത്തലാക്കിയെന്നാണ് കേൾക്കുന്നത്. പക്ഷേ അതിപ്പോഴും സൈറ്റിൽ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും സെയിം എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അതും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ സൈറ്റിൽ കാണുന്നുണ്ടെങ്കിൽ പോലും ഉടൻ തന്നെ സൈറ്റിൽ നിന്ന് ഇത് അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പുതിയ 4th ജനറേഷൻ സ്കോഡ സൂപ്പർബ് ഏറെ താമസിക്കാതെ വിപണിയിലെത്തും എന്ന് സ്കോഡയുടെ ഒഫീഷ്യൽ തലപ്പത്തുള്ളവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അത് ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും പുതിയ ഈ ഒരു ഭാരത് സ്റ്റേജ് 2 ഫേസ് 2 മീറ്റ് ചെയ്യുന്ന എഞ്ചിനുമായിട്ടായിരിക്കും വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. അതിന് പിന്നാലെ ഏറ്റവും പുതിയ ഒക്ടേവിയ അല്ലെങ്കിൽ ഏറ്റവും പുതിയ എഞ്ചിനുമായിട്ടും ഒക്ടേവിയ എത്തുമെന്നും സ്കോഡ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രിഫറൻസ് കൊടുക്കുന്ന സൂപ്പർബിനാണ് എന്നും സ്കോഡ ഇന്ത്യയുടെ മേധാവി ഈയിടെ അടുത്ത കാലത്താണ് പറഞ്ഞത്. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത് തീർച്ചയായിട്ടും ഒക്ടേവിയ ആയിരിക്കും. പക്ഷേ ഒക്ടേവിയ അല്ല ആദ്യം വരാൻ പോകുന്നത്, സൂപ്പർബാണ് പുതിയ എഞ്ചിനുമായിട്ട് വരാൻ പോകുന്നതെന്നാണ് സ്കോഡ ഓഫീഷ്യൽസ് പറയുന്നത്. മറ്റൊരു സന്തോഷ വാർത്ത, ഒക്ടേവിയയുടെ സ്പോർട്ട് വേർഷൻ എന്ന് വിളിക്കാവുന്ന VRS ഇന്ത്യയിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്.
പുതിയ VRS 245 BHP പവറുള്ളതാണ്. ഇക്കുറി ബാറ്ററിയും അതുപോലെ തന്നെ 1.4 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും ചേർന്നായിരിക്കും VRSനെ ചലിപ്പിക്കുക. ഇതിൻ്റെ ഒരു സംഭവം വെച്ചാൽ ഇന്ത്യക്ക് വേണ്ടി ഏതാനും യൂണിറ്റുകൾ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ചെക്കോസ്ലോവാക്യയിലിരിക്കുന്ന അല്ലെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കിലിരിക്കുന്ന സ്ക്വാഡയുടെ ഒഫീഷ്യൽസ് അത് ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അത് വെബ്സൈറ്റിൽ ഇത് ഓപ്പൺ ആകുമ്പോൾ തന്നെ എല്ലാം ബുക്കിംഗ് ആയി പോവുകയാണ് പതിവ്. വിലയൊക്കെ വളരെ കൂടുതലാണെങ്കിലും ഇന്ത്യക്കാരുടെ ഒരു വികാരം തന്നെയാണ് സ്കോഡ ഒക്ടേവിയ VRS എന്ന് പറയുന്ന വാഹനം. അപ്പോൾ അതും വരാൻ പോവുകയാണ്. അങ്ങനെ ടോട്ടലി ഒരു ന്യൂ ലൈനപ്പിലാണ് ഇനിയിപ്പോൾ, അല്ലെങ്കിൽ എഞ്ചിൻ ലൈനപ്പിലാണ് വരാൻ പോകുന്നതാണ് പറയേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒക്ടേവിയ നിർത്തലായി കഴിഞ്ഞു. ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. മിക്കവാറും ഈ വർഷം അവസാനമായിരിക്കും സ്കോഡ ഒക്ടേവിയ പുതിയ എഞ്ചിനുമായിട്ട് വരാൻ പോകുന്നത്. അടുത്ത ചോദ്യം ശ്രീരാജാണ്, സൗദിയിൽ നിന്ന് അയച്ചിരിക്കുന്നു. ഇപ്പോൾ നാട്ടിൽ ഉപയോഗത്തിനായി ഉള്ളത് മാരുതിയുടെ 2015 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഇനി വൈഫിന് കൂടി ഓടിക്കാൻ പറ്റുന്ന ഒരു SUV വാങ്ങണമെന്നുണ്ട്. 2 കുട്ടികൾ ഉൾപ്പെടെ 7 അംഗങ്ങളുള്ള കുടുംബമാണ്. 17 ലക്ഷം രൂപ വരെയാണ് ബജറ്റ്. ഓട്ടോമാറ്റിക് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു 7 സീറ്റർ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ SUVകൾ കാര്യമായിട്ട് ചോയ്സ് ഇല്ല എന്നുള്ള സത്യമാണ്. SUVകളുടെ ഒരു 7 സ്പീഡ് ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ വില ഒരു 20 ലക്ഷത്തോളം അടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം ഹ്യുണ്ടായുടെ അൽക്കസാർ ആണ് നമുക്ക് ഒരു 7 സീറ്റർ എന്ന് വിളിക്കുന്ന ഒരു വാഹനം. ഏകദേശം ഒരു 17-20 കിട്ടുന്ന ഒരു വാഹനം. പക്ഷേ മാനുവൽ മോഡലിന് പോലും 17 ലക്ഷത്തിൽ കൂടുതൽ വിലയുണ്ടെന്നുകൊണ്ട് നമുക്കത് കണക്കിലെടുക്കാൻ പറ്റില്ല. മറ്റെല്ലാ വാഹനങ്ങൾക്കും ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വിലയുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ ഒരു ചോയ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഈ ഒരു അൽക്കസാറിൻ്റെ അതേ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ഒരു വാഹനമുണ്ട്. അത് കിയ കാരൻസ് ആണ്. കാരൻസ് എന്ന് പറയുന്ന ഒരു MPV ലുക്കുള്ള വാഹനമാണ്. അത് മൾട്ടിപർപ്പസ് വാഹനത്തിൻ്റെ ലുക്കാണ്, SUV ലുക്കല്ല. ആ വാഹനത്തിൻ്റെ ഒരു SUV എന്ന് വിളിക്കാവുന്ന തന്നെയാണ് അൽക്കസാർ. പക്ഷേ ഈ ഒരു കാരൻസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി MPV ലുക്കാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതേ പ്ലാറ്റ്ഫോമാണ് കാരൻസിൻ്റെ അതേ അൽക്കസാറിൻ്റെ അതേ പ്ലാറ്റ്ഫോമിലാണ് കാരൻസ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ്. നമ്മൾ കയറി ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊരു വെറും MPV അല്ല, അത് കുറച്ചൊരു ഉയർന്ന സീറ്റിംഗ് പൊസിഷനുള്ള വാഹനമാണെന്ന്. കാണാൻ നല്ല ഭംഗിയുള്ള വാഹനമാണ്. അതിൽ 17 ലക്ഷം രൂപയ്ക്ക് ലഭിക്കാവുന്ന ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് പക്ഷേ ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല, IMT ആണ്. അതായത് ഇൻ്റലിജൻ്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഹ്യുണ്ടായുടെയും കിയയുടെയും വാഹനങ്ങൾ കാണുന്ന ട്രാൻസ്മിഷനാണ്. അതായത് നമ്മൾ ക്ലച്ച് ചവിട്ടേണ്ടതില്ല, ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പക്ഷേ ഓടിച്ചു പോകണം. ക്ലച്ച് എന്ന് പറയുന്ന സാധനമേ ഇല്ല. ക്ലച്ച് ഇല്ലാത്തൊരു വാഹനം ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കാം, പക്ഷേ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഷിഫ്റ്റ് ചെയ്യണം. അതാണ് IMT എന്ന് പറയുന്നത്. ആദ്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ ആദ്യൊരു കിലോമീറ്റർ ഓടിക്കുമ്പോൾ മാത്രം നമുക്ക് ഈ ഇത് എന്ത് ചെയ്യണം ഒരു ആശങ്ക വരും. പക്ഷേ 1 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ പഴയ റേസ് കാറുകളൊക്കെ ഓടിക്കുന്ന പോലെയാണ്. നല്ല രസമായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പടപടയെന്ന് ഓടിച്ചു പോകുന്ന ക്ലച്ച് ഔട്ടുകയും വേണ്ട. അതായത് ഒരു മാനുവൽ ട്രാൻസ്മിഷന് ഹരവും കിട്ടും, എന്നാൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഒരു ആയാസരഹിതമായ ഡ്രൈവിംഗ് രീതികളും കിട്ടും. ഇത് രണ്ടുമാണ് നമുക്ക് IMT ട്രാൻസ്മിഷൻ പറയുന്നത്. അപ്പം 17 ലക്ഷം രൂപയ്ക്ക് കിട്ടാവുന്ന കിയ കാരൻസ് എന്ന് പറയുന്ന IMT ട്രാൻസ്മിഷനാണ്. IMT ട്രാൻസ്മിഷനെ പറ്റി ഒരു ആശങ്കയൊന്നും വേണ്ട, ഒന്ന് ഓടിച്ച് നോക്കിയാൽ ഇഷ്ടപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. 1482 cc എഞ്ചിനാണ്, 158 BHP ആണ്. പവർന്ന് മോശമല്ല. തന്നെയുമല്ല 253 ന്യൂട്ടൺ മീറ്റർ ടോർക്കുണ്ട്. അത് വളരെ ചെറിയ RPM അല്ല, 1500 തൊട്ട് 3500 RPM വരെയുള്ള ആ ടോർക്ക് ബാൻഡിലാണ് കിട്ടുന്നത്. അതും നല്ല കാര്യം തന്നെ. 6 സ്പീഡാണ് ഞാൻ ഈ പറഞ്ഞ ഇൻ്റലിജൻ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. പിന്നെ 2780 മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ള വാഹനമാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പക്ഷേ തേർഡ് റോ സീറ്റിൽ ഏതൊരു വാഹനവും പോലെ തന്നെ അത്ര വലിയ സ്പേസ് ഇല്ല, കുട്ടികൾക്കാണ് അധികവും ഇരിക്കാവുന്നത്. 195 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇന്ത്യക്ക് വേണ്ടി അത് കൃത്യമായിട്ട് അങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ, അതുപോലെ തന്നെ അതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയുമുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നിലും AC വണ്ടികൾ കൊടുത്തിട്ടുണ്ട്. 16 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന മൈലേജ്. അതും മോശമല്ല ഒരു IMT ട്രാൻസ്മിഷനുള്ള 7 സീറ്റർ വാഹനത്തെ സംബന്ധിച്ച്. അപ്പോൾ ഒരു SUV എന്നുള്ളൊരു മോഹം അങ്ങനെ മാറ്റി വെച്ചാൽ യാതൊരു കുഴപ്പമില്ലാത്തൊരു വാഹനമാണ് കിയ കാരൻസ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, നല്ല സേഫ്റ്റി ഉണ്ട്, നല്ല ഇൻറ്റീരിയർ ഉണ്ട്. 7 പേർക്ക്, കുട്ടികൾ ഉൾപ്പെടെ 7 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കും. കിയ എന്ന് പറയുന്ന നല്ലൊരു വാഹന നിർമ്മാതാവിൻ്റെ ബാക്കപ്പ് ഉണ്ട്, അത്ര എല്ലാ കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് പോയി ഓടിച്ചു നോക്കുക. ഇഷ്ടപ്പെടാനുള്ള സാധ്യത 99.999% ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ചോദ്യം വച്ചിരിക്കുന്നത് സെനിൻ ഷിഫാദാണ്. വാഹനങ്ങളുടെ ബമ്പർ ഫൈബറിൽ നിർമ്മിക്കാൻ കാരണം എന്താണ്? വാഹനങ്ങളിലെ നോർമൽ സീറ്റ് ഇലക്ട്രിക് ആക്കാൻ സാധിക്കുമോ? 2 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വാഹനങ്ങളുടെ ബമ്പർ കാണുമ്പോൾ ഫൈബറാണെന്ന് തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫൈബർ എന്ന് പറയുന്നത് പുറത്തെ ഒരു ആവരണം മാത്രമാണ്. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ട്യൂബുലാർ സ്റ്റീൽ ബമ്പറാണ് ഉൾഭാഗത്ത് കാണുന്നത്. അതിനെ പൊതിഞ്ഞു നിൽക്കുന്നൊരു സാധനം മാത്രമാണ് ഈ പറയുന്ന ഫൈബറിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കൊരു നല്ല അനുഭവമുണ്ട്. ഞാനൊരിക്കൽ ഈ ടെറാക്കാൻ എന്ന് പറയുന്ന വാഹനം ഇറങ്ങിയ സമയത്ത്, അന്ന് ഏറ്റവും വില കൂടിയ SUVകളിലൊന്നായിരുന്നു. അത് ഞാൻ ഓടിച്ചിങ്ങനെ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് ഓടിച്ച് കുമരകത്ത് പോയി വാഹനമൊക്കെ ഷൂട്ട് ചെയ്ത്, അന്ന് ഫോട്ടോഷൂട്ടായിരുന്നു മാഗസിനുള്ള കാലത്ത്, ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് പറന്ന് വരികയാണ്. അപ്പോൾ ആ സമയത്താണ് സ്കോർപ്പിയോ എന്ന് പറയുന്ന വാഹനം ഇറങ്ങിയത്. അപ്പോൾ സ്കോർപ്പിയോയുടെ ബ്രേക്കിംഗ് എന്നൊക്കെ പറയുന്ന ഒട്ടും ഈ നമ്മുടെ ഈ ഒരു വിദേശ വാഹനങ്ങൾ നോക്കുമ്പോഴത്തേക്കും അന്ന് ഒട്ടും എഫിഷ്യൻ്റ് ഒന്നും അല്ലായിരുന്നു.
അപ്പോൾ ഈ വാഹനം കാണാനായിട്ട്, അത് കാണാനായിട്ടായിരിക്കാം പിന്നൊരു സ്കോർപ്പിയോ പറന്ന് വരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് ക്യാമറമാനൊക്കെ ജമേഷ് കോട്ടക്കിലുണ്ട്. ജമേഷെ പിന്നിലൊരു പറന്ന് വരുന്നുണ്ട് സ്കോർപ്പിയോ, എന്താകുമെന്ന് അറിഞ്ഞുകൂടാ, ഇവൻ എൻ്റെ ഒപ്പം പിടിച്ച് വരികയാണല്ലോ എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഓടിപ്പോകുകയായിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പെട്ടെന്നാണ് അരൂര് സിഗ്നൽ വരുന്നത്. ഞാനും പെട്ടെന്നാണ് സിഗ്നൽ കാണുന്നത്. സിഗ്നൽ റെഡാണ്. ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടെറാക്കാൻ, നല്ല സ്പീഡിൽ വരുന്ന ടെറാക്കാൻ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് പിന്നിൽ വന്ന് ഈ സ്കോർപ്പിയോ ഇടിച്ചിരിക്കും എന്നുള്ള കാര്യം. കാരണം ഈ ടെറാക്കാൻ്റെ ബ്രേക്കിംഗ് ഒക്കെ ABS ഒക്കെ അത്ര എഫിഷ്യൻ്റ് ആയിരുന്നു. ഞാൻ ചവിട്ടി നിർത്തി, ഞാനിങ്ങനെ നോക്കി ഇരിക്കുകയാണ്. ഇപ്പോൾ വന്ന് ഇടിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ വന്ന് പുറകിൽ പടേന്നൊരു ഇടി കൊടുത്തു നമ്മുടെ സ്കോർപ്പിയോ. ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. ടെറാക്കാൻ്റെ ബമ്പറിന് പോലും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. സ്കോർപ്പിയോയുടെ മുൻഭാഗം കാര്യമായ രീതിയിൽ പരിക്ക് പറ്റി. അവസാനം ഒന്നും പറയാനില്ല, കാരണം ഒരു ഡ്രൈവറായിരുന്നു അത് ഓടിച്ചിരുന്നത്. ആ ഡ്രൈവർമാരുടെ സ്ഥിരം കാര്യത്തിനുള്ളൂ, സാറേ നമുക്ക് ഇങ്ങനെ വലിയ ശമ്പളമൊന്നുമില്ല സാറേ എന്നൊക്കെ പറഞ്ഞ് കാര്യം. അവസാനം ഒന്നും വാങ്ങിക്കാതൊക്കെ വിടേണ്ടി വന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ആ വാഹനം കൊണ്ട് അന്ന് MGF Hyundai ആയിരുന്നു ഇവിടുത്തെ ഡീലർഷിപ്പ്. MGF Hyundai കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഞാനിങ്ങനെ പറയുന്ന സംഭവം ഉണ്ടായി, പക്ഷേ ഒന്നും പറ്റിയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. പക്ഷേ പിറ്റേ ദിവസം അവർ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്നും പറ്റിയില്ല എന്ന് വിചാരിക്കരുത്, ഇതിൻ്റെ അകത്ത് ട്യൂബുലർ ആ ഒരു സ്റ്റീൽ റോഡ് അത് വളഞ്ഞു എന്ന് പറഞ്ഞു. അതായത് ആ ഇമ്പാക്റ്റ് മുഴുവൻ താങ്ങിയത് ഈ ഒരു സ്റ്റീൽ റോഡായിരുന്നു. പുറത്ത് ഈ ഫൈബർ പാഡിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ പുറത്തൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഈ ഒരു ഫൈബർ ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പഴയ അംബാസഡറൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അംബാസഡറിൻ്റെയൊക്കെ പുറത്ത് സ്റ്റീൽ ആ ഒരു ബമ്പർ തന്നെയാണ് കാണുന്നത്. അതിൻ്റെ പുറത്ത് ആവരണമൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റു കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഒരു പുതിയ നിയമം അനുസരിച്ച് പെഡസ്ട്രിയൻ സേഫ്റ്റി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. പെഡസ്ട്രിയൻ സേഫ്റ്റി, സ്റ്റീൽ ബമ്പർ ഉള്ളൊരു വാഹനം ഇടിച്ച് ഒരാളെ ഇടുകയാണെങ്കിൽ അതിന് പരിക്ക് കൂടുതൽ പറ്റും. അതിൻ്റെ പുറത്തൊരു ഫൈബറിൻ്റെ ആവരണം ഉണ്ടെങ്കിൽ പരിക്ക് അല്പം കുറയും. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് തന്നെ നമ്മൾ ബമ്പറിൻ്റെ പുറത്തൊരു ഫൈബർ ആവരണം കൊടുക്കണമെന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ വാഹനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലപ്പോഴും ബമ്പർ ബ്ലാക്ക് ആയിരിക്കുന്ന ഒരു പതിവ് പണ്ട് തൊട്ടേ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഫൈബർ ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഒരിക്കലും ബമ്പർ ഫൈബർ നിർമ്മിക്കുന്നതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, ഈ ഫൈബർ പാർട്ട് ഇപ്പോൾ വലിയ അപകടം ഉണ്ടാകുന്നു, ഇത് പൊട്ടിപ്പോകുന്നു. ആദ്യം പൊട്ടുന്ന ഫൈബർ പാർട്ടായിരിക്കും, അതിനുശേഷമായിരിക്കും ഉള്ളിലേ പൊട്ടുന്നത്. ഫൈബർ പാർട്ട് മാറ്റുക എന്ന് പറയുന്നത് വലിയ ചിലവുള്ള കാര്യമല്ല. പക്ഷേ സ്റ്റീലിൻ്റെ ആ പാർട്ടിനാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ അത് മാറ്റുക എന്നുള്ളത് കുറച്ച് ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം പൊട്ടുന്ന ഫൈബർ ആയതുകൊണ്ട് നമുക്ക് പരിക്കില്ലാതെ മാറ്റാം. സ്റ്റീലിൻ്റെ കാര്യത്തിൽ തൊടേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു അല്പം ചിലവ് കുറഞ്ഞ കാര്യം കൂടിയാണ് ഈ ഫൈബർ പാർട്ട് പൊട്ടുക എന്ന് പറയുന്നത്. അടുത്ത ചോദിച്ചിരിക്കുന്ന വാഹനത്തിലെ ഈ ഒരു നോർമൽ സീറ്റ് ഇലക്ട്രിക് ആക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ്. സത്യത്തിൽ അതൊരു നല്ല ചോദ്യമാണ്. ഞാനും അതിനെപ്പറ്റി ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ചോദ്യം കേട്ടപ്പോഴത്തേക്ക് ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിദേശങ്ങളിലൊക്കെ ധാരാളം പേര് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കണ്ട ഒരു സൈറ്റിൽ അവർ മാറ്റി കൊടുക്കുന്നുണ്ട്, സാധാ സീറ്റ് ഇലക്ട്രിക് ആക്കും. പക്ഷേ $1000 ചോദിക്കുന്നത്. അതായത് 1,00,000 രൂപയാണ് അവർ ആ ഒരു സീറ്റ് ഇലക്ട്രിക് ആക്കാൻ വേണ്ടി ചോദിക്കുന്നത്. അതൊരു വലിയ തുക തന്നെയാണ്. ഇന്ത്യയിൽ പക്ഷേ മറ്റൊരു സ്ഥലത്ത് ഞാനങ്ങനെ കണ്ടില്ല. പക്ഷേ ആലിബാബ പോലുള്ള സൈറ്റുകളിലൊക്കെ $260 നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഈ സീറ്റിനകത്ത് വെക്കുന്ന ഇലക്ട്രിക് പാർട്ടുകളെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്ത് നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. സീറ്റിൻ്റെ അപ്ഹോൾസ് എല്ലാം പൊളിച്ച് അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇന്ത്യയിൽ അത് ചെയ്തു കൊടുക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ സാധാരണ സീറ്റുകൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ള സീറ്റാക്കി മാറ്റി കൊടുക്കുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ സെനിൻ ഷിഫാദിന് അങ്ങനെ ഒരാളെ കണ്ടുമുട്ടാൻ സാധിക്കും, അതിൻ്റെ സീറ്റ് അങ്ങനെ മാറ്റി കൊടുക്കാൻ സാധിക്കും. എന്തായാലും ഞാൻ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അതൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ആലിബാബ പോലുള്ള സൈറ്റുകളിൽ അതിൻ്റെ മാറ്റാവുന്ന രീതിയിലുള്ള കിറ്റുകൾ കിട്ടുന്നുണ്ട് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അടുത്ത ചോദ്യം ഷഹീദ് ഷഹൽ ആണ് അയച്ചിരിക്കുന്നത്. ഹോണ്ട ബ്രിയോ തിരിച്ചു വരുന്നെന്ന് കേട്ടു, ശരിയാണോ? ശരിയല്ല എന്ന് വളരെ ശക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 2021 ഹോണ്ട അടുത്ത 10 വർഷത്തെ പ്ലാനുകൾ പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു വലിയ പ്രസ് മീറ്റ് എടുത്ത് ഞാനും ഒരിക്കൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഹോണ്ടയുടെ ഇന്ത്യയുടെ ഹെഡ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഹോണ്ട ബ്രിയോ തിരിച്ചു വരില്ല എന്നുള്ള കാര്യമാണ്. അദ്ദേഹം എന്ന് പറഞ്ഞത് ഇനി മുതൽ ഹോണ്ടയിലെ SUVകളും അതുപോലെ തന്നെ ഹൈബ്രിഡ് വാഹനങ്ങളുമായിരിക്കും വരാൻ പോകുന്നത്. ചെറിയ സബ് 4 മീറ്റർ വാഹനങ്ങളിൽ കാര്യമായ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. അതിന് കാരണം ഹോണ്ട ബ്രിയോ എന്ന് പറയുന്നത് ഏറ്റവും മികച്ചൊരു വാഹനമായിരുന്നെങ്കിൽ പോലും വിൽപ്പന വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് സത്യം. 2011 ആദ്യമായിട്ട് ഹോണ്ട ബ്രിയോ ഇന്ത്യയിൽ എത്തിയത്. 2019 ആണ് ഈ വാഹനത്തിൻ്റെ വിൽപ്പന നിർത്തിയത്. കാരണം തീരെ മോശം വിൽപ്പനയായിരുന്നു. ഈ ഒരു ജീവിതകാലം മുഴുവൻ നോക്കിയാൽ 2011 തൊട്ട് 2019 വരെയുള്ള 8 വർഷം നോക്കിയാൽ ആകെ 97,000 യൂണിറ്റ് ഈ ഹോണ്ട ബ്രിയോ വിറ്റഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. എന്നാൽ പിന്നീട് അവതരിപ്പിച്ച അമേസ് എന്ന് പറഞ്ഞ വാഹനം ഒറ്റ വർഷം കൊണ്ട് തന്നെ 63,000 യൂണിറ്റുകൾ വിൽക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഹോണ്ട തീരുമാനിച്ചത് ഇനി അങ്ങനെ വലിയ വിൽപ്പനയില്ലാത്ത ബ്രിയോ വിൽക്കേണ്ട, അമേസ് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഇന്ത്യയിലെ ഹോണ്ടയുടെ എൻട്രി ലെവൽ മോഡലായിട്ട് അമേസ് മാറുകയും ചെയ്തു. അങ്ങനെ ഹോണ്ട ബ്രിയോ നിർത്തലാക്കുകയും ചെയ്തു. 3.95 lakhs ആയിരുന്നു ഹോണ്ട ബ്രിയോ ഇന്ത്യയിൽ എത്തിയപ്പോഴുള്ള അന്ന് വിറ്റ ഒരു വില എന്ന് പറഞ്ഞ എക്സ്ഷോറൂം വില.
പക്ഷേ 2016 അപ്ഡേറ്റഡ് മോഡൽ വന്നപ്പോൾ വില 6.81 lakhs ആയിട്ട് ഉയർന്നു. 2018 ആയപ്പോൾ 3 മാസത്തിൽ 45 യൂണിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വളരെ മോശം വിൽപ്പനയിലേക്ക് പോവുകയുണ്ടായി ഈ വാഹനം. അങ്ങനെയാണ് ഇത് നിർത്തലാക്കിയത്. എന്തായാലും ഇപ്പോൾ ഈ നമ്മൾ പറയുമല്ലോ, പഴയ വാഹനങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ അത് ഗംഭീര വാഹനമായിരുന്നു എന്ന് പറയുന്ന വാഹനങ്ങളിലൊന്നാണ് ഇപ്പോൾ ഹോണ്ട ബ്രിയോയുടെ ഓട്ടോമാറ്റിക്, അതുപോലെ തന്നെ അന്നൊന്നും ആർക്കും വേണ്ടാതിരുന്ന നിസാൻ മൈക്രയുടെ ഓട്ടോമാറ്റിക് തുടങ്ങിയ വാഹനങ്ങൾക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡാണ്. എൻ്റെ കയ്യിലുണ്ട് ഒരു ഹോണ്ട ബ്രിയോ. എൻ്റെ ഭാര്യയാണ് അത് ഉപയോഗിക്കുന്നത്. ഓട്ടോമാറ്റിക്കാണ്, ഒന്നോന്തരം വാഹനമാണ്. അതിൻ്റെ ബിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാഹനത്തെ വെല്ലുന്ന ബിൽ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ മൈലേജ് വളരെ കുറവാണ്. കാരണം അത് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണെന്നുള്ളതുകൊണ്ട് തന്നെ മൈലേജ് വളരെ കുറവാണ്. പക്ഷേ ഗംഭീര വാഹനമാണ്. സ്ത്രീകൾക്ക് ഓടിച്ചു നടക്കാൻ ഏറ്റവും പറ്റിയ വാഹനമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോകാം. പിൻഭാഗത്ത് വലിയൊരു ഗ്ലാസ് ഏരിയ എന്നൊക്കെ പറയുന്ന മറ്റു വാഹനങ്ങളില്ല. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അന്ന് ഇഷ്ടപ്പെടണമായിരുന്നു ഈ വാഹനം ഉള്ളപ്പോൾ. ഇപ്പോൾ നിർത്തലായി കഴിഞ്ഞാൽ വലിയ ഇഷ്ടമായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും വാഹനം തിരിച്ച് വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ തന്നെ ഇന്തോനേഷ്യയിലൊക്കെ എൻ്റെ വീണ്ടും അപ്ഡേറ്റഡ് മോഡലൊക്കെ വന്നു. നല്ല ഭംഗിയാണ് ഇപ്പോൾ കേട്ടത് കാണാൻ. പുതിയ അപ്ഡേറ്റഡ് മോഡൽ വന്നപ്പോൾ വളരെ ഭംഗിയുണ്ട്. പക്ഷേ അത് ഇന്ത്യയിലേക്കൊന്നും പരിഗണിച്ചില്ല, ഇന്ത്യയിൽ വന്നതുമില്ല. ഇപ്പോഴും പല രാജ്യങ്ങളിലും, ഈ ഏഷ്യൻ കൺട്രീസിൽ പല രാജ്യങ്ങളിലും ബ്രിയോ ഉണ്ടെങ്കിലും ഇന്ത്യയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാണ് ഇപ്പോൾ ഹോണ്ട ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ആഴ്ചയിലെ വാഹന വാക്ക് ഏതാണെന്ന് നോക്കാം. ഡെഡ് പെഡൽ, അതാണ് ഈ ആഴ്ചയിലെ വാഹന വാക്ക്. എല്ലാ പെഡലുകൾക്കും മുകളിലേക്കും താഴേക്കുമുള്ള ഒരു മൂവ്മെൻ്റ് ഉള്ളത്. പെഡലെന്ന് വെച്ചാൽ നമ്മുടെ ആക്സിലേറ്റർ അല്ലെങ്കിൽ ക്ലച്ച്, അതും അല്ലെങ്കിൽ ബ്രേക്ക്, ഇതിനെല്ലാം മുകളിലേക്കും താഴേക്കും ഒരു മൂവ്മെൻ്റ് ഉള്ളത്. ഒരു മൂവ്മെൻറ്റും ഇല്ലാത്തൊരു പെഡൽ ഇതിൻ്റെ ഇടതുവശത്ത് ചില വാഹനങ്ങളിൽ കാണും. അതാണ് ഡെഡ് പെഡൽ എന്നറിയപ്പെടുന്നത്. അതിനെ ഫുഡ് റെസ്റ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അതായത് കാല് വിശ്രമിക്കുന്ന സ്ഥലം എന്നാണ് പറയേണ്ടത്. ഇത് ഡ്രൈവറുടെ ഇടത്തേക്കാലിന് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത് ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ് കാണുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഈ ബെൻസ് GLAയിലൊക്കെ അത് നമുക്ക് ഇടതുവശത്ത് കാണാം. എന്നാൽ ചില മാനുവൽ വാഹനങ്ങളിലും ഡെഡ് പെഡൽ കൊടുക്കാറുണ്ട്. പക്ഷേ പൊതുവെ മാനുവൽ വാഹനങ്ങൾ അത് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം 3 പെഡലുണ്ടല്ലോ മാനുവൽ വാഹനങ്ങൾക്ക്: ആക്സിലേറ്റർ, ക്ലച്ച്, അതുപോലെ ബ്രേക്ക്. പക്ഷേ ഈ ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇടതുവശം വിശ്രമിക്കാം. മറ്റൊരു കാര്യം, ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് ഇടത്തേക്കാലം നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. വലത്തേക്കാലം തന്നെയാണ് ഈ 2 പെഡലുകൾ ഉപയോഗിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഇടത്തേക്കാലം എപ്പോഴും സ്വതന്ത്രമാണ്. അപ്പോൾ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വിശ്രമിക്കാൻ വേണ്ടിയാണ് ഇടതുവശത്തെ ഡെഡ് പെഡൽ എന്ന് പറയുന്നൊരു ഭാഗം കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ പെഡലിന് മറ്റൊരു കാര്യമുണ്ട്. അത് നമ്മൾ ഇത് കാലിങ്ങനെ അമർത്തി വെച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ്. നമുക്ക് ഈ നടുവിനും കാലിനൊക്കെ വേദന ഉള്ളവരാണെങ്കിൽ ഈ ഇടതുവശത്തെ കാലം അതിൻ്റെ മുകളിൽ ഒരല്പം ഉയർന്ന പ്ലാറ്റ്ഫോമാണ്, അതിലിങ്ങനെ കാൽ ഉയർത്തി വെച്ചിരുന്നാൽ സുഖമാണ്. മറ്റൊരു കാര്യം പഠനത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇടത്തെ കാലം അങ്ങനെ അമർത്തിയിലേക്ക് വെച്ചിരിക്കുന്ന സമയത്ത് ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടുന്നുണ്ട്. നമ്മുടെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് നമുക്ക് ബ്രേക്കിൽ ആഞ്ഞ് ചവിട്ടാൻ പറ്റുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇടതുവശത്തെ കാല് അത്ര ശക്തമായി വിശ്രമിക്കുമ്പോൾ വലത്തെ കാല് കൂടുതൽ ശക്തമായി അമർത്താൻ പറ്റും ബ്രേക്ക് പെഡലിലെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ കാര്യത്തിലുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ആ കാലം അവിടെ വെച്ച് വിശ്രമിക്കാം. പക്ഷേ മാനുവൽ വാഹനങ്ങളിൽ ക്ലച്ച് ചവിട്ടാൻ ഉപയോഗിക്കുന്ന ഇടത്തെ കാലമായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡിലൊക്കെ മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഗിയർ ഷിഫ്റ്റ് വേണ്ടാത്ത സ്ഥലങ്ങളിലാണ് നമുക്കിത് അവിടെ വിശ്രമിക്കാൻ വയ്ക്കാൻ പറ്റുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ വിശ്രമിക്കാൻ പറ്റില്ല എന്നുള്ളവരെ അറിയാമല്ലോ. വേറൊരു കാര്യമുള്ളത്, ഈ മാനുവൽ ഗിയർ ബോക്സുള്ള വാഹനങ്ങൾ ചിലരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അറിയാതെ ഈ ഇടത്തെ കാലം ക്ലച്ചിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് പ്രഷർ വരുന്നുണ്ട്. ആ സമയത്ത് ക്ലച്ച് അമർന്നിരിക്കുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന മൈലേജ് കാര്യമായിട്ട് കുറയും, ക്ലച്ച് പ്ലേറ്റ് പടപടേന്ന് തേഞ്ഞ് തീരും. ഇത്ര 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ വെയർ ആൻഡ് ടയർ കൂടുകയും മൈലേജ് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നൊരു സംവിധാനമാണ് നമ്മൾ ഈ ക്ലച്ചിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡെഡ് പെഡലിൻ്റെ മുകളിൽ കാല് വെച്ച് മാനുവൽ ഗിയർ ബോക്സുള്ള വാഹനം ഓടിക്കുന്നൊരു ശീലിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. നമ്മൾ എപ്പോഴും അതിൽ അമർത്തുന്ന ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. കാഴ്ചയിൽ വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ഡെഡ് പെഡലിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഡെഡ് പെഡൽ അധികം യൂസ് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. നമ്മുടെ കാലിന് റെസ്റ്റും കിട്ടും, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാവുകയും ചെയ്യും. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം കൂടി ഓർത്ത് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ചെരുപ്പ് ഊരിയിട്ട് അമ്പലത്തിലൊക്കെ കയറിയിരിക്കുന്ന പോലെ വാഹനത്തിനുള്ളിൽ കയറിയിരിക്കും. എന്നിട്ട് ഈ എന്തുകൊണ്ടോ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ ബ്രേക്കോ ഒക്കെ ചവിട്ടി എന്തോ കുറ്റകരമാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് അവരുടെ ഇരിപ്പ്. അങ്ങനെ ചെയ്യുമ്പോൾ അവർ ചെരുപ്പ് ഊരിയിട്ടിട്ടാണ് ഇതൊക്കെ ഓടിക്കുന്നത്. ഇതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം വെച്ചാൽ ഈ ചെരുപ്പ് നിരങ്ങി ചെന്ന് ബ്രേക്കിൻ്റെ അടിയിലും മറ്റും കയറിയിരിക്കും. അപ്പോൾ കുറച്ച് കട്ടിയുള്ള വലിയ ഷൂ ഒക്കെ ആണെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ പിന്നെ നമ്മൾ ബ്രേക്ക് വെട്ടുമ്പോൾ ബ്രേക്ക് വേണ്ട രീതിയിൽ അമരാതിരിക്കും എന്നാണ് പറയേണ്ടത്. അങ്ങനെയുള്ള അപകടങ്ങൾ ധാരാളം
ലോകത്തിൽ സംഭവിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് ഊരിയിട്ട് വാഹനം ഓടിക്കുന്നത് അത്ര പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഓടിക്കണമെങ്കിൽ തന്നെ ഈ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വല്ലതും മാറ്റി അങ്ങ് വെച്ചേക്കുക. അല്ലാതെ നമ്മൾ ഈ ഡ്രൈവറുടെ കാലിരിക്കുന്ന ഈ ഒരു ഏരിയയിലെങ്ങും ഊരിയിടാതിരിക്കുക. അത് നിരങ്ങി നിങ്ങൾ അറിയാതെ ചെന്ന് ഇതിൻ്റെ അടിയിൽ ചെന്നിരിക്കും. ബ്രേക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് നിങ്ങൾ ചവിട്ടുമ്പോൾ അതിൻ്റെ മുകളിൽ അങ്ങനെ ബ്രേക്ക് അമർന്നിരിക്കും. അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നുള്ള കാര്യം മനസ്സിലായി. അപകടങ്ങൾ ഇഷ്ടംപോലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ എന്നാണ് കാണുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളുമായിട്ടുള്ള ഉത്തരങ്ങളുമൊക്കെ. അപ്പോൾ അറിയാമല്ലോ, പോപ്പുലർ ഹുണ്ടായെ പറ്റി പറയാനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 33 സെയിൽസ് സെൻറ്റേഴ്സും 30 സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടായിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഹുണ്ടായുടെ ഏതെങ്കിലും ഒരു വാഹനം ഓടിച്ച് നോക്കണമെങ്കിൽ കേരളത്തിൽ എവിടെയായാലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടുപുറത്ത് വാഹനം എത്തും. ഉടൻ അല്ലെങ്കിൽ ഇത്തിരി കഴിയും കേട്ടോ. അപ്പോൾ എത്തുമ്പോൾ നിങ്ങൾ പറയുക ബൈജു എന്നായിരുന്ന യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കാൻ സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ തന്നെ ലഭ്യമായ ഡിസ്കൗണ്ടുകളും വേണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ പോപ്പുലർ ഹുണ്ടായെ പറ്റിയും ഒക്കെ പറയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാകും. അത് കേൾക്കാൻ ഒരാൾ അങ്ങേയറ്റത്തിരിപ്പുണ്ട്. അതായത് ഹുണ്ടായി, പോപ്പുലർ ഹുണ്ടായി, നിങ്ങൾ ഈ 3 പേരും തമ്മിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കും ഈ പാലമല്ലോ ഈ നമ്പർ എന്നാണ് പറയേണ്ടത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ baijunair@gmail.com എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം. ബൈജു എൻ നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. ബൈജു എൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു ചോദ്യോത്തര വീഡിയോയുടെ താഴെ ചോദ്യങ്ങളായിട്ട് കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ചോദ്യോത്തര പങ്ക്തി ഇഷ്ടപ്പെടുന്നുണ്ട്, പ്രയോജനപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.